പ്രിയരെ, ഈ കാണുന്ന വീട്ടിലാണ് ഏലിയാമ്മ താമസിച്ചിരുന്നത്. ഈ വീട്ടിൽ BP കൂടിയിട്ട് തളർന്നു പോയ ബിജു എന്നു പേരുള്ള ഒരു മോൻ കൂടി ഉണ്ടായിരുന്നു. അടച്ചുറപ്പില്ലാത്ത ഒരു വീടാണിത്. ജനൽ വരെയോടെ പിടിപ്പിക്കാനായിട്ടുള്ള സാമ്പത്തികശേഷി ഇല്ലാത്ത ഈ വീട്ടിലെ ഏലിയാമ്മ ചേച്ചീനെയും സബാഷൻ കവർന്ന് കൊണ്ട് പോയിരിക്കുകയാണ്. ഒരു വാതിൽ മാത്രമേ ഉള്ളൂ, ജനലിൽ നിന്ന് അടച്ചുറപ്പ് ആക്കിയിടാൻ വരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ വീട്ടിലാണ് ബിജു താമസിച്ചുകൊണ്ടിരുന്നത്. ബിജുവിനെ ഇവിടെ വന്ന് കുളിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും അതുപോലെ തന്നെ രാമചേച്ചിയുടെ ഒരു സാരിയാണെന്ന് തോന്നുന്നു അല്ലേ സിജി? ഈ രാമചേച്ചി ധരിച്ചിരുന്ന ഒരു സാരിയാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു. എന്താണേലും അടച്ചുറപ്പില്ലാത്ത ഈ വീട്ടിലാണ് ഏലിയാമ്മ കഴിഞ്ഞിരുന്നത്. കൂത്താട്ടുകുളം കാരമല ഭാഗത്ത് സെബാസ്റ്റ്യൻ സ്ഥിരം വന്നുകൊണ്ടിരുന്നതാണ് എന്നൊരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. ഈ കാണുന്നത് 8 വർഷം മുമ്പ് ഏലിയാമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിലാണ്. ഇപ്പോൾ ഈ വീട്ടിലെ മോനെ കലൂർക്കാടുള്ള ഒരു അനാഥ മന്ദിരത്തിൽ കൊണ്ടുപോയാക്കിയിരിക്കുകയാണ്. അവരാണ് നോക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഈ കാണുന്നത് ഏലിയാമ്മ 8 കൊല്ലം മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തേങ്ങ ചിരണ്ടുന്ന ഒരു ചിരവയാണ്. അതും തുരുമ്പെടുത്ത് ദ്രവിച്ചിരിക്കുന്ന അവസ്ഥയിൽ. 8 കൊല്ലം മുമ്പ് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന വിറകുകളാണ് കാണുന്നത്. ഏലിയാമ്മേനെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഏലിയാമ്മ മദ്യപിക്കും എന്നാണ്. ആരെങ്കിലും മദ്യസൽക്കാരത്തിന് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏലിയാമ്മ ആ കൂടെ കൂടി മദ്യപിക്കുന്ന ഒരു പ്രകൃതം ഉണ്ട് എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വീടിൻ്റെ പണികളൊന്നും തീർന്നിട്ടില്ല. പുറത്തോ അകത്തോ തറയിലൊന്നും തേപ്പോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഈ വീട്ടിലാണ് തളർന്നു കിടക്കുന്ന മോനും ഏലിയാമ്മയും താമസിച്ചിരുന്നത്. കാരമല, കുണിഞ്ഞി, താമരക്കാട്, രാമപുരം, കൂത്താട്ടുകുളം എന്നീ ഭാഗത്തൊക്കെ ഏലിയാമ്മ വസ്തു ബ്രോക്കറായും കല്യാണ ബ്രോക്കറായും നടന്നിട്ടുണ്ട്. കാരമല ഭാഗത്ത് തന്നെ 2-3 വീടുകളിൽ ഏലിയാമ്മയാണ് കല്യാണം നടത്തി കൊടുത്തത് എന്നൊരു സൂചനയാണ് ഈ നാട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. പ്രിയരെ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കൂത്താട്ടുകുളം കാരമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ഏലിയാമ്മയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഏലിയാമ്മയുടെ ഒരു മകന് കാലിന് സുഖമില്ല, അതുപോലെ പക്ഷാഘാതം വന്ന് ഭാഗികമായിട്ട് തളർച്ച വന്നു. അതിനുശേഷം ഈ വീട്ടിലാണ് ഈ മോന് താമസിച്ചുകൊണ്ടിരുന്നത്. 5 മണിയാകുമ്പോഴത്തേനും ഈ വീട്ടിൽ വന്ന് ഈ മോനെ നോക്കാനും പരിചരിക്കാനും മോനെ കുളിപ്പിക്കേണ്ട ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഈ മല കയറി വന്ന് ഈ മോനെ പരിചരിക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് ഏലിയാമ്മ വരാറുണ്ടായിരുന്നു. ഏലിയാമ്മയുടെ ജോലി ബ്രോക്കറിംഗ് ആണ്. വസ്തു അതുപോലെ തന്നെ വിവാഹങ്ങളൊക്കെ നാട്ടിലുടനീളം നടത്തിക്കൊടുത്ത് അങ്ങനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം മോന് ഈ ബിജു എന്ന് പറഞ്ഞ മോനെ കുളിപ്പിച്ചതിന് ശേഷം ഭക്ഷണമെല്ലാം കൊടുത്ത് ഈ വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. തൊട്ട് മുകളിലാണ് കാണുന്ന വീട്ടിലാണ് ഈ മൂത്ത മോന് ബിനു എന്ന് പറഞ്ഞ ആൾ താമസിക്കുന്നത്. ബിനുവാണ് അവിടെ നിൽക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ആണെങ്കിലും വളരെയധികം ദുരൂഹതകളാണ്. ഇപ്പോൾ സെബാസ്റ്റ്യൻ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ 5 സ്ത്രീകളാണ് നിലവിൽ വന്നിരിക്കുന്നത്. പിന്നെ ഏലിയാമ്മ, ഐഷ, ബിന്ദു പത്മനാഭൻ, സിന്ധു, അതുപോലെ തന്നെ ജൈനമ്മ, അങ്ങനെ 5 പേരാണ്. സെബാസ്റ്റ്യൻ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം സ്ത്രീകൾ, ഈ 5 മാത്രമല്ല 25 ഒതുങ്ങിയല്ല എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓരോരോ സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഞങ്ങൾ വിവരാവകാശം വെച്ചിട്ടുണ്ട്. എത്രയധികം പേര് ഓരോ സ്റ്റേഷൻ പരിധിയിൽ നിന്നും മിസ്സായി പോയിട്ടുണ്ടെന്നുള്ള സൂചനകൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഏരിയയിൽ നിന്ന് ഏതെങ്കിലും സ്ത്രീകൾ ഈ ഒരു 10 വർഷത്തിൻ്റെ 10-15 വർഷത്തിനിടയിൽ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചാനലിലേക്ക് ഞങ്ങളെ ഇൻഫോം ചെയ്യുക. ചേട്ടാ നമസ്കാരമുണ്ട്. ഡിക്റ്റേറ്റീവ് ന്യൂസ് അതുപോലെ തന്നെ ഹാർഡ് ഫാർമ ചാനലിലേക്ക് സ്വാഗതം. വാർത്തകൾ കാണാറുണ്ടല്ലേ? കാണാറുണ്ട്. തുടക്കം മുതൽ വാർത്തകൾ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരുന്നപ്പം തോന്നിയായിരുന്നോ എൻ്റെ അത് തന്നെ പുള്ളീനെ ഇവിടെ വെച്ച് കണ്ടായിരുന്നല്ലോ. പുള്ളി സെബാസ്റ്റ്യനെ കൂത്താളം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇവിടെ സംശയം തോന്നി ഇപ്പോൾ പിന്നെ പോലീസ് വിളിച്ചായിരുന്നു എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവരെന്തെങ്കിലും വിവരം പറയാമെന്നാണ് പറഞ്ഞത്. സെബാസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടില്ല, കൂത്താട്ടുകുളത്തുണ്ട്. വർത്തമാനം പറഞ്ഞിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ചാൽ കണ്ടേ? സ്റ്റാൻഡിൽ വെച്ച്. അമ്മ രാവിലെ എവിടുന്ന് പോകുമായിരുന്നു? അമ്മ ഇന്നും ഒരു 10:30 ആകുമ്പോഴത്തേനും പോകും. 10:30 ഞാൻ പോയി കഴിഞ്ഞ് പിന്നെ 5-ൻ്റെ ഒരു വണ്ടിയാണ്, ആ വണ്ടിക്കാണ് വരാറുള്ളത്. അമ്മ ബ്രോക്കറായിരുന്നു. വസ്തു ബ്രോക്കർ, കല്യാണ എല്ലാ പരിപാടിക്കും പോകാറുണ്ട്. ലോട്ടറി കച്ചവടം ഒന്നും ഇല്ലായിരുന്നല്ലേ? ലോട്ടറി കച്ചവടം ഇല്ലായിരുന്നു. വെറുതെ പറയുന്നത് ലോട്ടറി കച്ചവടം ഉണ്ടെന്ന് ഒരു സൂചന കിട്ടിയായിരുന്നു. ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ലോട്ടറി കച്ചവടം ഇല്ല. അമ്മ ഇവിടെ തന്നെ 2-3 കല്യാണങ്ങൾ ചുറ്റുവട്ടത്തൊക്കെ നടത്തിയിട്ടുള്ള 3 മക്കളല്ലേ? ഞങ്ങൾ 3 മക്കൾ. ആരാ സുഖമില്ലാതിരിക്കുന്നത്? സുഖമില്ല, എൻ്റെ അനിയന്. ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല, ഇപ്പോൾ ഹോസ്പിറ്റലില്ല. എവിടെയാ? ഈ വാഴക്കുളത്ത്. എന്താ പറ്റിയേ?
അതൊരു സൈഡ് തളർന്നു പോയതാണ്. എത്ര കാലം മുമ്പ് തളർന്നു പോയത്? അത് 2016. എന്തെങ്കിലും മരുന്ന് വല്ലതും കഴിച്ചതാണോ? മരുന്ന് അത് തലയിലെ ബ്ലോക്ക്, ഞരമ്പ് ബ്ലോക്കായി. അല്ല പച്ചമരുന്ന് അങ്ങനെ വല്ലതും? അല്ലല്ല, ട്രീറ്റ്മെൻറ്റ് എടുത്തു, പിന്നെ ശരിയാവില്ല. എത്ര വയസ്സിൽ അങ്ങനെ വന്നേ? അവന് 33 വയസ്സിൽ. 33 വയസ്സിൽ. എവിടെ വെച്ചാൽ ഉണ്ടായേ? ഇവിടെ വീട്ടിൽ തന്നെ വെച്ചാൽ. എന്നായിരുന്നു ജോലി? എന്നായിരുന്നു വിളിക്കുക? പെയിൻറ്റിങ്. പെട്ടെന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലെ വന്ന് BP കൂടിയതാണോ? BP കൂടിയതായിരിക്കണം. ഒരു പെങ്ങളുണ്ടല്ലേ? ഒരു പെങ്ങൾ. പെങ്ങൾ എവിടെ അടിച്ചേ? മോറ്റയുടെ വാളകം. അമ്മയായിട്ട് സ്നേഹത്തിലല്ലായിരുന്നോ? ആരെ? ചേട്ടൻ. അതെ. അല്ലേ? ഈ അമ്മേനെ എന്നാ കാണാതെ പോകുന്നേ? അമ്മേനെ 2018 ജൂൺ 4 2018 ജൂൺ 4 ഇവിടെ ഏത് സമയത്താണ് പോയെന്ന് ഓർക്കുന്നുണ്ടോ? എന്നും 10:10 വണ്ടിക്ക് അമ്മയ്ക്ക് ഇവിടുന്ന് പോകാറുള്ളത്. കാരമലയിൽ നിന്നാണ് ബസ് കവളങ്കണ്ടം. ഞങ്ങളാ വന്ന ഷോപ്പിൻ്റെ അപ്പുറയാണ്. അമ്മ സാരിയല്ലേ കൊടുക്കാറുള്ളത്? ആ, സാരി കൊടുക്കാറുള്ളൂ. അമ്മേനെ കാണാതെ പോകുമ്പോൾ എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? അമ്മയ്ക്ക് 62 വയസ്സുണ്ട്. 62 വയസ്സുണ്ട്. 62, 63. ഈ സഭാഷണമായിട്ട് എത്ര പ്രാവശ്യം ഈ കൂത്താട്ടുള്ളത് വെച്ച് വർത്തമാനം പറഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ട്? 1-2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ. അധികം നേരം വർത്തമാനം പറഞ്ഞിരിക്കുന്നത് കാണാറുണ്ടോ? അധികം നേരമായിട്ടല്ല. നമുക്ക് ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ബ്രോക്കർമാരുമായിട്ടുള്ള ഇതല്ലേ. കൂത്താട്ടുള്ളത് എവിടെ വെച്ചാൽ കണ്ടിട്ടുള്ളത്? സ്റ്റാൻഡ് വെച്ചാൽ. കാറുമായിട്ടാണോ സഭാഷണം വന്നിരുന്നേ? അത് എനിക്കറിയില്ല. വാഹനത്തിലാണ് വന്നതെന്നുള്ളത് അറിയില്ല. ഞങ്ങൾ ഈ ചുറ്റുവട്ടത്ത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ സഭാഷ് കോഴിപ്പള്ളി ഷാപ്പിൽ കള്ളു കുടിക്കാനായിട്ട് വരാറുണ്ടായിരുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്, ആ ഏരിയയിൽ ഞങ്ങൾ തപ്പാനായിട്ട് പോയിട്ടുണ്ട്. അപ്പം ആ സഭാഷണം അവിടെ സ്ഥിരം സന്ദർശകനായിരുന്നു. ഷാപ്പിൽ, കോഴിപ്പള്ളി ഷാപ്പിൽ കള്ളു കുടിക്കാൻ. ഈ കോഴിപ്പള്ളി ഷാപ്പിൽ ചെത്തുകളുണ്ടോ? ചെത്തുകളുണ്ടായിരുന്നല്ലേ? അമ്മയുടെ കഴുത്തേലോ അതുപോലെ തന്നെ കാതയിൽ സ്വർണ്ണാഭരണങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? അമ്മയുടെ കാതയിൽ സ്വർണ്ണം കമ്മലുണ്ടായിരുന്നു. അതെയോ? എത്ര? അത് ഒത്തിരി വലുതല്ല, ചെറുതായിരുന്നു, ചെറിയ മട്ട് പോലത്തെ. കഴുത്തേലില്ല, കഴുത്തേല് മാലയില്ലായിരുന്നു. സ്വർണ്ണം മാലയുണ്ട്, പക്ഷേ വരവ് മാല അല്ലേ? അപ്പം ഇവിടുത്തെ ഒരു അമ്മ താഴെ ഈ കാരമല പള്ളിയുടെ താഴെ ഒരു വീട്ടില് വർത്തമാനം പറയാനൊക്കെ ചെല്ലാറുണ്ടായിരുന്നു. അപ്പൊ ഈ സ്വർണത്തിന്റെ കാര്യം ഞാൻ ചോദിച്ചു. പറഞ്ഞൊരു മാല ഉണ്ടായിരുന്നു, ഒരു വരവ് മാലയായിരുന്നു കഴുത്തായിട്ട്. ബാങ്കിലെ അക്കൗണ്ടില് എമൗണ്ട് വല്ലതും? ഇല്ല, അധികമൊന്നുമില്ല. സാമ്പത്തിക അടി 5-8 രൂപയോടെ 8,000 രൂപ. ആ എമൗണ്ടിനെ കുറിച്ച് പിന്നെ തിരക്കിയോ? അല്ല, അത് ഞങ്ങൾ 3 മക്കൾ ഒന്നിച്ചല്ലാണ്ട് കിട്ടിയല്ല. അത് പിന്നെ അമ്മയുടെ ഇപ്പം എന്നാന്ന് അറിയില്ലല്ലോ. ബാങ്കിൽ പോയി തിരക്കിയായിരുന്നു? തിരക്കിയായിരുന്നു. 8,000 രൂപ അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അത് അല്ല, അമ്മ എന്നും പോകുന്ന പോലെ തന്നെ പോയി. വേറെ സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല. എന്നാ റേഷൻ കാർഡോ ആധാർ കാർഡോ അങ്ങനെ ഒരു സാധനം കൊണ്ടുപോയിട്ടില്ല. ഒന്നും കൊടുത്തിട്ടില്ല. അന്ന് തന്നെ കേസ് കൊടുത്തോ? അന്ന് തന്നെ കേസ് കൊടുത്തു. അന്ന് 8 മണി കഴിഞ്ഞപ്പോഴത്തേക്കും കേസ്. എന്താ അങ്ങനെ പെട്ടെന്ന് തന്നെ അന്ന് തന്നെ? അത് സാധാരണ 5 മണിക്ക് ഇവിടെ വരാറുണ്ട്. പിന്നെ അവനിവിടെ കിടന്ന് അന്ന് അനിയനിവിടെ ഉണ്ടായിരുന്നു. ഞാനിവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വീട്. അപ്പോൾ പുള്ളി അമ്മേനെ കാണാണ്ട് വന്നു കഴിയുമ്പോൾ പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞത്, അമ്മ വന്നില്ല ഇതുവരെയായിട്ട് ഞാൻ ടൈം കൊണ്ട്. അപ്പം അങ്ങനെയാണ് അന്വേഷിച്ചത്. വീടാണോ? അത് തന്നെ വീട്ടിലാണ്. അത് തന്നെ അതായിരുന്നു അമ്മയുടെ വീട്. പഞ്ചായത്തിൽ നിന്ന് പണിത് കിട്ടിയതാണോ? ഞങ്ങൾക്ക് എല്ലാവരും കൂടെ പഞ്ചായത്തിൽ നിന്ന് പണിത് കിട്ടിയതാണ്. അതല്ലേ? വെള്ളമൊക്കെ ഉണ്ടോ? വെള്ളത്തിന് ഉണ്ട്, അത്യാവശ്യമൊക്കെ കിട്ടും. അതല്ലേ? വേനക്കും കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ല. അപ്പം അമ്മ ഈ വഴിയെ ഇങ്ങനെ ഞങ്ങൾ വന്ന വഴിയാണ്. വന്ന വഴിയാണ് താഴേക്കരമാണോ. അന്ന് ഇതിലെ വേറൊരു വഴിയാണ്, കുളങ്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു വഴിയുണ്ട്. ഒരു ചെറിയ വഴിയാണ്, അത് റബ്ബർത്തോട്ടത്തിൻ്റെ ഇടയ്ക്കുള്ള വഴിയല്ല. അത് നടച്ചാൽ മാത്രം ഉണ്ടായിരുന്നു ആ വഴിക്ക്. അമ്മയ്ക്ക് ഫോൺ ഉണ്ടായിരുന്നല്ലേ? കുഞ്ഞു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോണിൽ പിന്നെ കോൾ വന്നിട്ടുണ്ടോ? ഇല്ല, അത് ഈ അന്ന് 6:47 ആയപ്പോൾ അത് വെളിയന്നൂർ ടവറിൻ്റെ കീഴിൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ ഫോണ് കണ്ടിട്ടില്ല. ഫോണായിട്ടില്ല. നമ്മുടെ ഫോണിലേക്ക് വിളിക്കാറുണ്ടായിരുന്നോ? എൻ്റെ ഫോണിലേക്ക് വിളിക്കാറുണ്ട്. ഏതെങ്കിലും വഴിക്ക് പോയാൽ പറഞ്ഞ് വിളിക്കാറുണ്ട്. വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കുന്ന സ്വഭാവം ഉണ്ടോ? ഇല്ലില്ല, കാരണം ഇവനിങ്ങനെ കിടക്കണോണ്ട് നമുക്ക് മാറാൻ പറ്റില്ലല്ലോ. പോവില്ല. ഈ കിടക്കുന്ന മോനെ കുളിപ്പിക്കുമ്പോൾ അമ്മ വന്നതിന് ശേഷം നേരത്തെ 5 മണിക്ക് വരും. ഒരു ദിവസം പോലും വീട്ടിൽ നിന്ന് മാറി നിൽക്കാറില്ല? ഇല്ല, മാറി നിന്നിട്ടേ ഇല്ല. അപ്പം വരാതെ വന്നപ്പോൾ ഈ 8 മണിയായിട്ടും അമ്മ വരാതിരുന്നപ്പോൾ ഇവിടെയൊക്കെ കുറെ അന്വേഷിച്ചിട്ടാണ് ഞങ്ങള് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. അന്ന് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ അവർ വേറെ കേസിൻ്റെ പറയാറുണ്ട്. 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അന്ന് അന്വേഷിക്കാൻ പറ്റിയില്ല. അതിൻ്റെ പിറ്റേ ദിവസം മുതലാണ് അന്വേഷണം തുടങ്ങിയത്. 10 മണിക്ക് ശേഷമാണ് അന്വേഷണം തുടങ്ങിയത്. അതിനുശേഷം പോലീസ് വിളിപ്പിച്ചായിരുന്നു സ്റ്റേഷനിലേക്ക്? വിളിപ്പിച്ചായിരുന്നു. 2-3 പ്രാവശ്യം വിളിപ്പിച്ചു, കാര്യങ്ങളൊക്കെ ചോദിക്കും, ഇവിടെ വരുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അവരെ അന്വേഷിക്കേണ്ട രീതിയിലൊക്കെ അന്വേഷിച്ചു, കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഈ സഭാഷിൻ്റെ വാർത്തകളൊക്കെ ആയിട്ട്, ഈ സഭാഷിൻ്റെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ വന്നപ്പോഴാണോ എൻ്റെ അമ്മ ഇതിൻ്റെ അകത്ത് പെട്ടുപോകുന്നു സംശയം? കാരണം പുള്ളീനെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അതാണ്
പിന്നെ അത് ഇവിടുന്ന് കേസ് ക്രൈം ബ്രാഞ്ചിലേക്ക് പോയി. ഇവിടുന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ച് വന്നായിരുന്നോ വന്നായിരുന്നു അന്വേഷിക്കാനായിട്ട്. അതെ അല്ലേ. ബിനിച്ചേട്ടാ, ഈ സെബാസ്റ്റ്യൻ ഈ അമ്മേനെ കൂട്ടിക്കൊണ്ട് പോയി എന്ത് ഉദ്ദേശത്തിൻ്റെ പുറത്താണെന്നൊരു തോന്നല്? എന്തെങ്കിലും അല്ലെങ്കിൽ ബ്രോക്കർ രീതിയിലുള്ളതാണല്ലോ. അപ്പോൾ ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഇത്ര കൊലപാതകങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോഴേ സംശയം നമ്മുടെ അമ്മയും പുള്ളിയായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്നുള്ളത്. പിന്നെ പോലീസും വിളിച്ചായിരുന്നു, പിന്നെ ക്രൈം ബ്രാഞ്ചിൽ നിന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വിവരം വേണ്ടി പറയാമെന്ന് പറഞ്ഞു. ഈ അപായപ്പെടുത്താനായിട്ട് എന്താ ഒരു കാരണം നമുക്കൊന്ന് മനസ്സിൽ തോന്നുന്നത്? അതിങ്ങനെ ഒരു ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നില്ലല്ലോ. ഇല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമ്മ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ വരേണ്ടതാണ്. ജീവിച്ചിരിപ്പെന്ന് തോന്നലില്ല. ഇപ്പം 8 വർഷം കഴിഞ്ഞല്ലേ. പിന്നെ അമ്മയ്ക്ക് കല്യാണ സ്ഥലത്തൊക്കെ പോയിട്ട് ചെറുതായിട്ട് മദ്യം കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും, ചെറുതായിട്ടൊക്കെ. അപ്പോൾ അന്ന് ഇച്ചിരി കഴിച്ചിട്ടുണ്ടായിരുന്നു. കാണാതെ പോയി എന്നാണോ? അന്ന് ഇച്ചിരി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ മനസ്സിലായത്? അത് ഇപ്പം ഞാനും ഒന്നും തന്നെ സ്റ്റാൻഡിലേക്ക് ഉള്ളതാണ്. രാവിലെ വൈകുന്നേരമൊക്കെ പണിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും പോകാറില്ല. അപ്പോൾ അമ്മനെ കണ്ടപ്പോൾ അന്ന് ഞാൻ കണ്ടായിരുന്നു, ഞാൻ ഇടയ്ക്ക് വെച്ച് കണ്ടായിരുന്നു. അന്നേരം ഇച്ചിരി ഉണ്ടെന്ന് തോന്നിയായിരുന്നു. ബാറിൽ പോയി കുടിക്കുമോ? ബാറിൽ അങ്ങനെയല്ല, കല്യാണ അല്ലെങ്കിൽ എന്തെങ്കിലും നടത്തുമ്പോഴോ അങ്ങനെയൊക്കെ. കല്യാണ ഇടപാട് നടത്തുമായിട്ട് ബന്ധപ്പെട്ട് വല്ലതും അല്ലെ എമൗണ്ടും ആ ദിവസം കൊണ്ട് വല്ലതും കയ്യിലേക്ക് വല്ലതും കയറി വന്നതായിട്ട് അറിയാവോ? ഇല്ലില്ല, പൈസ അങ്ങനെയൊന്നും ആ ഇടയ്ക്ക് കല്യാണം നടത്തിയിട്ടില്ലായിരുന്നു. ആ ഇടയ്ക്ക് തൊട്ടടുത്ത് നടത്തിയിട്ടില്ലായിരുന്നു. എന്തെങ്കിലും എമൗണ്ട്? ഇല്ലില്ല, സാമ്പത്തികപരമായിട്ട് അങ്ങനെ ഒന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അമ്മയ്ക്ക് രഹസ്യ സമ്പാദ്യം വല്ലതും പേഴ്സിൽ വല്ലതും പൈസ കൊണ്ടുവന്ന? അങ്ങനെയൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ അവനവിടെ കിടക്കണോണ്ട് തന്നെ സാമ്പത്തികം ബുദ്ധിമുട്ടാണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ സഭ നമ്മുടെ മനസ്സിൽ തോന്നുന്നത്? എന്താ എന്തോ അമ്മയെ കഴിച്ചതിൽ അമ്മേനെ പുള്ളി ഇവിടുന്ന് പിടിച്ച് കയറ്റിക്കൊണ്ട് പോയതാണോ നമുക്ക് ഭയങ്കര സംശയമുണ്ട്. കഴിച്ചതിന് ശേഷം ഞങ്ങളെങ്കിലും ബ്രോക്കറിൻ്റെ പരിപാടിക്ക് പോകാമെന്നും പറഞ്ഞോ, അല്ലെങ്കിൽ ചെറുക്കനെ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞോ, നമുക്ക് അവിടെ മരുന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞോ, എന്തോ വണ്ടിയിൽ പിടിച്ച് കയറ്റിക്കൊണ്ട് പോയതാണെന്ന് സംശയം. മറ്റേതിൽ വല്ലതും ഒഴിച്ചു കൊടുത്ത് മയക്കുമല്ലോ അല്ലേ? അല്ലാതെ അമ്മ പോയി അല്ലേ? ഇല്ല, പോവില്ല. അതാണ് സംശയം. പുള്ളിനെ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഞാൻ അവിടെ വെച്ച്. ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഓർത്ത്. അതിനുശേഷം ഈ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ വിളിച്ചു. അത് കഴിഞ്ഞ് ഓണായിട്ടില്ല. കോളൊന്നും വന്നിട്ടൊന്നുമില്ല. ഈ സെബാസ്റ്റ്യന് ആൾ മിസ്സായി കഴിഞ്ഞാൽ വീണ്ടും ആ ഫോൺ ഉപയോഗിച്ചിട്ട് ആ നമ്പറിൽ നിന്ന് തന്നെ വീട്ടിലുള്ള ആൾക്കാരെ വിളിച്ച് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നൊരു ആ ഒരു രീതികൾ ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. ഞങ്ങൾ ഇത് ഇപ്പോഴും തന്നെ മിക്ക ദിവസം മാസത്തിൽ 2-3 പ്രാവശ്യം ഇപ്പോഴും ഇതിനകത്ത് വിളിക്കും. ഈ 2018 ബിന്ദുവിൻ്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് കേസ് അന്വേഷണ കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ വാർത്തകളും കാര്യങ്ങളൊക്കെ ചാനലിൽ കൂടെ വന്നായിരുന്നു. ആ സമയത്ത് പോലീസുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നോ? ബന്ധപ്പെട്ടായിരുന്നു. 2018 കാലം. 2018 ആ സമയത്ത് സാർമാരെ ഞങ്ങൾ വിളിച്ചായിരുന്നു. അന്ന് തന്നെ പറഞ്ഞേ അവര്? അന്ന് ഇത് തന്നെയാണ് പറഞ്ഞത്, അന്വേഷിക്കുന്നുണ്ട്, എന്തെങ്കിലും വിവരം വേണ്ടി തന്നോളാം എന്നാണ് പറഞ്ഞത്. ഈ അമ്മയുടെ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനെ കക്ഷി ചേർത്തോണ്ടായിരുന്നോ കേസ് കൊടുത്തേ? ഇല്ല, അന്ന് പുള്ളി അന്നൊരു സംശയം ഇല്ലായിരുന്നു അതിൻ്റെ അങ്ങനെയുള്ള രീതികളൊന്നും. അവിടെ വെച്ച് കണ്ടിട്ടുള്ളതല്ലാണ്ട് ഇപ്പം ഈ കേസ് ഇങ്ങനെ വന്നപ്പോഴാണ് പുള്ളി ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത്. സ്ത്രീകള് അതിൻ്റെ അകത്ത് എൻ്റെ അമ്മയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊരു തോന്നൽ വന്നല്ലേ? ഇവിടെ വേറെ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ ഈ പ്രദേശത്ത്? ഇവിടെ അടുത്ത് ഇല്ല. കൂത്താളങ്ങ സൈഡിൽ നിന്ന് ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ ഇതുപോലെ തന്നെ 63 വയസ്സ് മിസ്സായിട്ടുണ്ട്. പേരെന്നാ? അത് പേര് ഓർക്കുന്നില്ല. കരിമ്പനാന്ന് പറഞ്ഞ സ്ഥലത്ത്. തൊട്ടടുത്ത കൂത്താളം. ഒരു വ്യക്തിയാണോ? ഒരാണാണോ? ഒരാണ്. അതെയോ? എത്ര വയസ്സുള്ള ആളാ? പുള്ളിക്ക് ഇങ്ങനെ 10-60 വയസ്സ് മേളിലേക്കുള്ള ആളാണ്. പോലീസുകാരാണോ പറഞ്ഞത്? അത് നമുക്ക് പത്രത്തിൽ കണ്ടതാ അല്ലേ? കുറെ ആളായി, ഇപ്പം 3-4 വർഷമായി. പുള്ളി തന്നെയാണോ താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ? പുള്ളി നല്ലതല്ലേ, മക്കളൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. പക്ഷേ പുള്ളി ഇങ്ങനെ ടൗണിലൊക്കെ ഇറങ്ങണ വാർത്തയായിരുന്നു. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? അതൊന്നും അറിയില്ല. കാസ്റ്റ് ഏതാണെന്നല്ല അറിയാവോ? അറിയത്തില്ല. കരിമ്പന ഏത് ഭാഗമാണെന്നറിയാവോ? കരിമ്പനയിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം. കരിമ്പന ഏത് ഭാഗമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ഈ പത്രത്തിലൊക്കെ കണ്ടിട്ടുള്ള. എന്താണെങ്കിലും ചേട്ടാ, ഞങ്ങൾ ഉറപ്പ് പറയുന്നു, ഞങ്ങൾ ഈ കേസിൻ്റെ ഒരു നല്ലൊരു അന്വേഷണത്തിലാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിൽ കൂടെ പോകുന്നുണ്ട്. നമുക്ക് എന്താണ് ഇതിൻ്റെ കൃത്യമായിട്ടൊരു അന്വേഷണങ്ങളല്ല സിജിയെ? അതെ. ഇതിൻ്റെ ഒരു നേർച്ച കാഴ്ചയായിട്ടാണ് ഇവിടെ ഞങ്ങൾ വഴുത്തലയിൽ മാർഗയിൽ ഞാൻ സിജിയും പോയിരുന്നു. അവിടെ ഒരു
എലസമ്മ എന്ന് പറഞ്ഞ ചേച്ചിയുടെ അടുത്ത് ആ ആ ആ ചേച്ചിയുടെ സ്ഥലം വിറ്റ് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ റോസമ്മയും സെബാസ്റ്റ്യനും അവിടെ വീട്ടിൽ ചെന്നതായിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയി. അപ്പം അതിൻ്റെ വാർത്തകളും ഈ ചാനലിലൂടെ വന്നിട്ടുണ്ട്. അവിടെ ട്രാപ്പിൽപ്പെടുത്താനായിട്ട് പല പ്രാവശ്യം ശ്രമിച്ചു. അതുപോലെ തന്നെ ഒരു എഗ്രിമെൻറ്റ് പേപ്പർ സൈൻ ചെയ്യാനായിട്ട് നിർബന്ധിച്ചു എന്നൊരു സൂചനയാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പം എന്താണെങ്കിലും അവിടുത്തെ ഫോട്ടോ കാണിച്ചാണോ? ഫോട്ടോ ഞങ്ങൾ കാണിച്ചു കൊടുത്തായിരുന്നു. ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോഴാണ് അവർ പറഞ്ഞ ഇയാൾ തന്നെയാണെന്ന് ഞങ്ങളോട് പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സഹായിക്കാനായിട്ട് ആരും ഇല്ല, ട്രാപ്പിൽപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുമായിട്ട് അവൻ ദൃഷ്ടി പതിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സെബാസ്റ്റ്യൻ അവരെ പിടികൂടും, കൊണ്ടുപോകും. അതാണ് ഞങ്ങൾ മിസ്സിങ് കേസുകൾ. സിജി, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സ്റ്റേഷനിലും വിവരാവകാശം വെക്കണം. ഇത് ഏത് പോലീസ് സ്റ്റേഷൻ? കൂത്താട്ടുകുളം. കാരണം വിവരാവകാശം വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ എത്ര ആൾക്കാർ ഏതൊക്കെ സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വാർത്തകൾ വന്നിട്ട് ഏകദേശം ഒരു മാസക്കാലം കഴിഞ്ഞു. ഇപ്പോഴാണ് ഈ ചേട്ടനെ കുറിച്ചുള്ള നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റേഷനിലും ഈ നമുക്ക് പോയി അതിൻ്റെ ഡീറ്റെയിൽ തപ്പി ആ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പേര്, ഇത് കുറച്ചൊന്നുമല്ല, കുറഞ്ഞതൊരു 19 പേരെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. എന്താ സിജി പറയുന്നത്? തീർച്ചയായിട്ടും അതെ. കാരണം ഇപ്പം ജനങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഓരോ കേസുകൾ ഉയർന്നു വരുമ്പോഴാണ് ഇപ്പം നമ്മുടെ ഹാർട്ട് ഫാമർ ന്യൂസിലേക്കും അതുപോലെ ഡിക്ട് ന്യൂസിലേക്കും വളരെയധികം ആൾക്കാർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ഈ കാരമലയിൽ ഒരാൾ മിസ്സായിട്ടുണ്ട്, നിങ്ങൾ പോയി അന്വേഷിക്കണം. അതാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ക്രൈംബ്രാഞ്ചും പോലീസൊക്കെ വന്ന് അവരും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കും അന്വേഷിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ. അതെ, ഒരു നല്ല രീതിയിൽ അവരും അന്വേഷണം പോകുന്നുണ്ട്, കൂടെ നമുക്കും പോകണം. നല്ല രീതിയിൽ നമുക്ക് ഒരു അന്വേഷണം, അതായത് ശരിക്കും പറയാൻ നല്ലൊരു അന്വേഷണം വേണം. ഇത് നിസ്സാര കാര്യങ്ങളല്ല. അമ്മയുടെ പേർക്ക് സ്ഥലം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, സ്ഥലമൊന്നുമില്ല. ഇതുള്ളൂ, സ്ഥലമൊന്നും. ഇത് മാത്രം ഉണ്ടായിരുന്നു. അമ്മയുടെ പേർക്ക് ആധാരം ചെയ്ത വല്ല കരമടച്ച രസീത് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ലില്ല, ഒന്നുമില്ല. അതിനെക്കുറിച്ച് തിരക്കിയായിരുന്നോ? അമ്മയുടെ പേർക്ക് വസ്തുവില്ല? ഇല്ല, വസ്തുവില്ല. നമുക്ക് ഈ കാണുന്ന മാത്രമേ. അതല്ലേ. അമ്മയുടെ പേർക്ക് ഇൻഷുറൻസ് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ലില്ല, ഇൻഷുറൻസും ഇല്ലായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഇൻഷുറൻസ് അതിൻ്റെ ഒന്നുമില്ലായിരുന്നു. അമ്മ ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ടുണ്ടോ? ഇല്ലില്ല. ഇങ്ങോട്ട് മേടിക്കാല്ലാണ്ട് അങ്ങോട്ട് കൊടുക്കുന്നത് അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. സിജിയെ, ഇത് അവയവ ഇടപാടാണോ? സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു രീതി അമ്മയ്ക്ക് അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? അമ്മയ്ക്ക് 63 വയസ്സ്. അവയവ കച്ചവടമാണോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ടുണ്ട്. അങ്ങനെയൊക്കെ പലരും പറഞ്ഞു, പലതും പറയാറുണ്ട്. അങ്ങനെ പറയാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇത് ആകാൻ ചില എന്താ പറയാറുള്ളത്? ഇങ്ങനെ അവയവത്തിന് ആൾക്കാർ കൊണ്ടായിരിക്കാം എന്നൊക്കെ പറയാറുണ്ട്. സിജി, ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് ആ ഒരു രീതിയിലേക്ക് വാർത്തകൾ പോകുന്നില്ല. ഇപ്പം ചേട്ടൻ പറഞ്ഞ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ ഒരു പോയിൻ്റാണ് ചേട്ടൻ പറഞ്ഞത്. ഈ ഇത്രയും പ്രായമുള്ള കാരണം ഇതിൻ്റെ അന്വേഷണമൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് വല്ല ധാരണ ഉണ്ടാവും ഇവർക്ക്. ചെറുപ്പക്കാരും എല്ലാം ആണെങ്കിൽ ഇച്ചിരി അന്വേഷണം ഊർജിതമാവുമല്ലോ. അപ്പം അങ്ങനെയുള്ളവരെ പ്രത്യേകിച്ച് പുറകെ അന്വേഷിക്കാൻ ആൾക്കാരും വരില്ല എന്നൊരു തോന്നലുണ്ടാക്കുന്ന ഒറ്റപ്പെട്ട ആൾക്കാരെയാണ് തീർച്ചയായിട്ടും ഇവർ ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചേട്ടനോട് പറയുമ്പോൾ ചേട്ടന് ബുദ്ധിമുട്ട് തോന്നുന്നല്ലോ, പക്ഷേ പ്രേക്ഷകരോട് പറഞ്ഞേ പറ്റത്തുള്ളൂ. മാംസത്തിനായിട്ടും സെബാസ്റ്റ്യൻ ഉപയോഗിച്ചിട്ടുണ്ടോ സംശയമുണ്ട്. അതിൻ്റെ ബിസിനസ് അവനുണ്ടാകും. ഉന്നതരായിട്ടുള്ള ഇപ്പോഴും വെളിയിൽ വരാത്ത ഒരുപാട് ആൾക്കാർ ഏതെങ്കിലും ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മാംസം, അതായത് വേവിച്ച് പറക്കി കഴിഞ്ഞാൽ അറിയത്തില്ലല്ലോ സിജിയെ. നമുക്ക് പറയാതിരിക്കാൻ മേല, കാരണം നമുക്ക് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ചേട്ടൻ്റെ അടുത്തിരുന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. സെബാസ്റ്റ്യൻ ഏതൊക്കെ രീതിയിലാണ് സെബാസ്റ്റ്യൻ ഈ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊക്കെ പറയാൻ പറ്റത്തില്ല. സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കല്ല, ഒരു വലിയൊരു ഗ്യാങ് തന്നെ എൻ്റെ പിന്നിലുണ്ട്. റോസമ്മ അറിയില്ലായിരുന്നായിരുന്നു നമ്മൾ അവിടെ ചെന്ന് പറഞ്ഞത് സെബാസ്റ്റ്യനെ പറഞ്ഞത്. റോസമ്മയായിരുന്നു പോയിരുന്ന ആദ്യമേ ട്രാപ്പിൽപ്പെടുത്തിയിരുന്നു. അതെ, ആദ്യം റോസമ്മ പോയി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് റോസമ്മ ഒരു പരിചയം സ്ഥാപിക്കും. അതിന് ശേഷമാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ, അവരുടെ ബുദ്ധിമുട്ടുകൾ തന്നെ, പ്രയാസങ്ങൾ തന്നെ അന്ന് വളരെ തന്ത്രപൂർവ്വം മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നെ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആളെ അവിടെ പ്രത്യക്ഷപ്പെടുത്തുന്നത്. കേസ് സ്ട്രോങ് ആയിട്ട് തന്നെ പൊക്കോട്ടെ ഏട്ടാ. എന്താണ് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട്, ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. കമ്മലുണ്ടായിരുന്നു, കമ്മൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അവൻ്റെ വില 10,000 രൂപ. അപ്പോൾ അന്നും വലിയ ഉണ്ടല്ലോ സ്വർണ്ണത്തിന്. വലിയുണ്ട്, പക്ഷേ ഇത് മിസ്സായത് വേറെ ഭയങ്കരമായ ദുരൂഹമാണ്. സെബാസ്റ്റ്യനെ സംബന്ധിച്ച് ഇപ്പം ചെറിയ ഗ്രാം കിട്ടിക്കഴിഞ്ഞാലും ഈ ഒരു കമ്മലാണെങ്കിലും സെബാസ്റ്റ്യനെ സംബന്ധിച്ച് അത് വലുതാ.
അവൻ്റെ കാര്യങ്ങൾ നടത്താമല്ലോ. ഒരു ദിവസം പണിയാൻ പോയി കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് 10 വർഷം 8 വർഷം മുമ്പാണെങ്കിലും ഒരു 500 രൂപ കിട്ടുമായിരിക്കും. അപ്പം സെബാസ്റ്റ്യൻ അന്നത്തെ ഒരു ജോലിയായിരിക്കും എടുത്തേ, അവൻ്റെ ജോലി അതായിരിക്കും. പക്ഷെ ഒരു കാര്യം, ഇതെല്ലാവരും സെബാസ്റ്റ്യനെ മാത്രം ഉന്നം വെച്ച് നിൽക്കുവാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ സെബാസ്റ്റ്യൻ ഒരു കരു മാത്രമാണ് അതിനകത്ത്. തീർച്ചയായിട്ടും സെബാസ്റ്റ്യനെ പോലെ വളരെയധികം ആൾക്കാർ അതിൻ്റെ പുറകിലുണ്ട്. അല്ലാണ്ട് ഒരു സെബാസ്റ്റ്യനെ കൊണ്ട് മാത്രം ഇങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സൈബർ സെല്ലാണോ പറഞ്ഞത് ഈ ഫോൺ അവിടെ വെച്ച് ഓഫായി പോയത്? അത് പോലീസുകാരാണ് നമ്മളോട് പറഞ്ഞത്. എവിടെ വെച്ചാണ് ഓഫായി പോയത്? വെളിയന്നൂർ ടവറിൻ്റെ കീഴെയാണ്. അതെ അല്ലേ, വെളിയന്നൂർ എന്ന് പറഞ്ഞാൽ പുതുവേലി അടുത്തുള്ള സ്ഥലമല്ലേ? അതായത് കുറവലങ്ങാട് പോകുന്ന വഴി. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ട് അല്ലേ വെളിയന്നൂർക്ക്? പാലായ്ക്ക് പോകുന്ന റൂട്ട്. ആ, പാലായ്ക്ക് പോവാം, കുറവലങ്ങാട് പോവാം, ഉഴവൂർ പോവാം, ആ വഴി ഏറ്റുമാനൂരും പോവാം. ചേട്ടാ, ഇത്രയും അധികം കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. എന്താണേലും നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ഇതേ അന്വേഷണമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം സഹകരിക്കും. സെബാസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് എത്രയധികം സ്ത്രീകൾ പോയി എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഊർജിതമാക്കണം. ആ, എന്നാൽ പൊക്കോട്ടെ ചേട്ടാ. ഓക്കെ, താങ്ക് യു ചേട്ടാ.